ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ എന്തായാലും പാരഗണിക്ക് ഒരു ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. വിശപ്പിന്റെ കാടിഞ്ഞാൽ വണ്ടി നിർത്തിയ പാടെ നമ്മൾ വണ്ടി കടയിൽ കയറി. പിന്നെ അവിടെ കയ്യൊക്കെ പോയി കണ്ണാടി കെട്ട കുത്തളിപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കയ്യൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്താൻ അടുത്ത ആൾക്കാർ തീരുമാനിച്ചു. നമ്മൾ ഒരുപാട് പേരിലുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ഥലം കുറച്ച് വേണ്ടി വന്നു. പക്ഷേ അതൊക്കെ ഒരു പെട്ടെന്ന് സെറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഓരോ മെനു തന്നെ അവിടെ കുത്തിയിരിക്കുകയാണ്. തറഫൊക്കെ ടെസ്റ്റ് പോലും ഇങ്ങനെ മറിച്ചിട്ടില്ല, കാര്യമായിട്ട് മറിക്കേണ്ടതൊക്കെ. പിന്നെ എല്ലാവരും വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കണേ. എല്ലാവരും മൊത്തം സന്തോഷം കാണാം. പിന്നെ ക്യാമറ വരാന്നുണ്ടെങ്കിൽ അതുവരെല്ലാത്തൊരു ശരിയും പൊളകിതാവസ്ഥയ്ക്ക് നമുക്ക് എല്ലാവരും മൊത്തം കാണാം. പിന്നെ ചിലർക്കൊന്നും ഭക്ഷണം കിട്ടാനായിട്ട് തീരെ വയ്യ. പിന്നെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മുടെ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സാധനം പിന്നെ കൊടുന്നച്ചതേ ഒരു ഓർമ്മയുള്ളൂ. ഇപ്പത്തിന് ഓരോ സാധനം എടുത്ത് ഓരോരുത്തർ മണ്ടലും തുടങ്ങി. പിന്നെ യുദ്ധഭൂമിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവരും അവരുടെ കാര്യം നോക്കുകയാണ്. ആ ബെഞ്ചിൽ പുതിയ പുതിയ ഫുഡ് കൊടുന്നെങ്കിലും എല്ലാവരും കാര്യമായിട്ട് അടിച്ചുമാറലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് ഞങ്ങൾ ചെക്കന്മാരെ ബെഞ്ചിൽ ഒരു തേങ്ങയും വന്നിട്ടില്ല. ഞങ്ങളിവിടെ ഓല നോക്കി വളർക്കി കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഓല കഴിഞ്ഞ് നീച്ചു പോകുമ്പോഴേലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഓരോരുത്തരും തിന്നാണ് നമുക്ക് കൊതിയും കൊണ്ടിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ വിധവിധമായ ഡിഷസും വാങ്ങി കണ്ട സാധനങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓല അതിൻ്റെ ഒപ്പം തന്നെ തിന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. നമ്മളാണ് ഇപ്പുറത്ത് തൊള്ളിയും പൊളിച്ചിരിക്കുന്നത്. മാമനെ കുറേ ഫോർക്കൊണ്ട് നിന്നു, കുറേ കൈകൊണ്ട് നിന്നു. എങ്ങനെയൊക്കെ തിന്നതിൻ്റെ മാമനെ അറിയുന്നില്ല. അത്രയും തന്നെ. അങ്ങനെ ഓല നോക്കി വളർക്കിയിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സാധനങ്ങൾ എത്തി കഴിച്ചു. നമ്മളാണെങ്കിൽ ചൈനീസ് ഗുൽഗുലാബി മുതൽ മൈനീസ് ഗുൽഗുലാബി വരെ എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, വേറെ എന്തോന്നും പേര് അതൊന്നും അറിയില്ല. സാധനം വന്ന് കണ്ടതിൻ്റെ മുനിവറിൻ്റെ ഒക്കെ മുഖത്ത് അലാക്കിൻ്റെ പൊലിവ്. പിന്നെ വീഡിയോ എടുക്കാന്നുള്ളതാണ് അവർക്ക് ഈ സമീപനം പാലിക്കുന്നത്. ഇനി വീഡിയോ എടുത്ത് തീർന്നതിന് മുനിവർ എന്നെ പിടിച്ച് വല്ലതുകൊണ്ട് നമ്മൾ മെല്ലെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കൈകളും കഴിഞ്ഞ് നമ്മളെ കുട്ടികളെ കൊണ്ട് മെല്ലെ ജീരകം ഓടിപ്പിച്ചിട്ട് അവിടെ കുത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പിള്ളേർ പോയിട്ട് എന്താ കുനാഫ എന്നൊക്കെ മേടിച്ചു. ഒക്കെ ബില്ല് സെറ്റാക്കി പോന്നു. കുനാഫ പോരാ, കുനാഫ പിസ്തല്ല, സേമിയന് പോരാ. അങ്ങനെ മൂക്കുമുട്ടി തിന്ന് കുറ്റവും പറഞ്ഞ് നമ്മളവിടെ എല്ലാം ഇറങ്ങിപ്പോരാണ്. പിന്നെ നമ്മൾ നേരെ വണ്ടിയിലും കയറി നമ്മൾ നേരെ പെരേക്ക് പോകണം. അപ്പോൾ ശരി, പെരലെത്തിക്കണം.